രുചിയുടെ മഹാമേള. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപ. എന്താ മോളെ? രാധമേ, ഇവിടെ നമ്മുടെ ടൗണിലെ വീട്ടമ്മമാരുടെ പാചക മത്സരം നടക്കുന്നു. ഒന്നാം സമ്മാനം 25 ലക്ഷമാണെന്ന്. അയ്യോ, 25 ലക്ഷോ? ദൈവമേ. എങ്കി അമ്മയ്ക്ക് ആ മത്സരത്തിൽ പങ്കെടുത്തൂടെ? അമ്മ മത്സരിച്ച ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ. ആണോ? അത് തന്നെയാ ഈ നോട്ടീസ് കണ്ടപ്പോ ഞാനും ആദ്യം ആലോചിച്ചത്. പക്ഷേ അത് നടക്കില്ല. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ. അയ്യോ, അപ്പൊ പിന്നെ മത്സരത്തെക്കുറിച്ചും ഒന്നാം സമ്മാനത്തെക്കുറിച്ചും ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലേ? ഇതിനെന്താ അത്ര ആലോചിക്കാൻ? രാധയുടെ ശിക്ഷണത്തില് പാചകം പഠിച്ച ഒരാളില്ലേ ഇവിടെ? ആ ഒരാൾക്ക് മത്സരിക്കാലോ. ആര്? ഞാനോ? ഞാനോ? നീയല്ല, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നാരാ കാര്യോ? എന്താ രാവിലെ തന്നെ ഒരു മീറ്റിംഗ്? നീ നോട്ടീസ് നോക്കിയേ. ഈ പാചക മത്സരത്തിന് ഋതിക മാഡം മത്സരിക്കണമെന്ന എന്റെ ആഗ്രഹം. ഞാനോ? അതെ. ഞാനിങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? രാധമ്മ പറഞ്ഞു തന്നതുപോലെ കേട്ട് ഞാനെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ പാചകം അങ്ങനെ മറ്റൊരാള് പറഞ്ഞും കേട്ടുമൊക്കെയാ എല്ലാവരും പഠിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാ പാചകം പഠിച്ചത്. ഒരുപാട് പേരെ ഞാൻ പാചകം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക രുചി മോളുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. മോളുണ്ടാക്കിയ കറികൾ കഴിച്ചിട്ട് വർമ്മ സാറെന്ന് പറഞ്ഞില്ലേ, പണ്ടെപ്പോഴോ കഴിച്ചിട്ടുള്ള രുചിയുള്ള ഭക്ഷണത്തിന്റെ ഓർമ്മ വന്നൂന്ന്. അതാണ് മോളുടെ കൈപുണ്യം. അത് ചിലപ്പോ പാരമ്പര്യാവാം, ചിലപ്പോ ദൈവത്തിന്റെ അനുഗ്രഹമാവാം. അതെ, ഋതികാമാടുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നാവി തൊടുമ്പോ നാവിന്റെ എല്ലാ രുചിമുകുളങ്ങളിലും കൊതിയൂരും. മോള് മത്സരിക്കണം. ഒരുപാട് പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ രാധമ്മ മോളെ പഠിപ്പിക്കാം. ചിലതൊക്കെ മോളെ കൊണ്ട് തന്നെ നേടാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരാന്നാ എനിക്ക് തോന്നുന്നത്. സാധിക്കും മാഡം. മാഡം ഒന്ന് ഉഷാറായേ. ഇനി എന്താ ഋതിക ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഞാൻ മത്സരിക്കാം രാധമ്മേ. ദൈവമേ, 25 ലക്ഷം വരാൻ പോകുന്ന. ഞാൻ ജേട്ടനെ വിളിക്കട്ടെ. രാജു, ഈ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളും മതിയാവില്ലടാ. നീ വേഗം മാർക്കറ്റിലേക്ക് പോ. ലിസ്റ്റ് ഫ്രീ അയക്കും. അതിനെന്തിനാ രാജു പോകുന്നേ? ഞാൻ ജേട്ടനെ വിളിച്ചു പറയാം. ജേട്ട സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നോളും. എന്നാ നിങ്ങൾ വാ പിള്ളേരെ, സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റേ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ശരി അമ്മ, ഒരു ചായ. രാജു. വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ സന്തോഷിക്കാൻ പാടില്ലേ? നീ എന്തിനാ എന്നെ നോക്കണേ? അല്ല, സന്തോഷത്തിന്റെ കൂടെ അച്ഛന്റെ മുഖത്തെന്താ ഒരു കള്ളലക്ഷണം? കളലക്ഷണം? എന്ത് കളലക്ഷണം? ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ഒന്നും പാടായിരുന്നു. അവരൊരു ലക്ഷണ നോട്ടക്കാരൻ വന്നേക്കണത്. പോടായിരുന്നു. അങ്ങനെ പത്മാവതി മാഡം വിചാരിച്ച പോലെ തന്നെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കിട്ടി.
ഇനി അങ്ങോട്ടും മുന്നോട്ടും കൂടെ ഉണ്ടാവണേ എൻ്റെ ഗുരുവായൂരപ്പ. ഓ, അപ്പൊ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി എല്ലാവരും കണ്ടെത്തി കഴിഞ്ഞു. എങ്ങാനും അവള് കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഏറെക്കുറെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ നേരിട്ടറിയും ജനങ്ങളെ കണ്ടു. എല്ലാവരും തൃപ്തരാണെന്ന് അറിയുമ്പോ നമ്മുടെ ശ്രമങ്ങളൊന്നും പാഴാവുന്നില്ലെന്ന് മനസ്സിലാവുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എങ്കിൽ ശരിയിടോ, ശേഖരൻ കുറെ ഫയലുകളുമായിട്ട് എന്റെ മുന്നിൽ ഒന്ന് നിൽപ്പുണ്ട്. എന്താണെന്ന് ചോദിക്കട്ടെ? ഓക്കെ, എന്താ ശേഖര? ചേട്ടാ, ഇതേ നമ്മുടെ മില്ലിലെയും ഫാക്ടറിയിലും ഒക്കെ കണക്കുകളാ. അല്ല, ഇതൊക്കെ നീ നന്നായി ക്രോസ് ചെക്ക് ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാ ഞാനും കൂടി ഇനിയിപ്പോ ഇത് നോക്കുന്നേ? ലാഭവും നഷ്ടവും വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാ പോരെ? ലാഭം വല്ലതും ഉണ്ടോ ശേഖര? ഉണ്ട് ചേട്ടാ, ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തുടങ്ങി. ഗുഡ്. ഇതാണോ നീ ഫാക്ടറി ഇറക്കിയ മെയിൻ്റനൻസ് സാധനങ്ങളുടെ ലിസ്റ്റ്? അതെ. ഇത്രയും റേറ്റ് താഴ്ത്തി നീ എടുത്തോ? അത് മെയിൻ്റെനൻസ് നടക്കുന്ന മറ്റു 4 ഫാക്ടറിയിലെ ഓണറുമായി സംസാരിച്ച് ഒരുമിച്ചെടുത്തപ്പോ കിട്ടിയ സ്പെഷ്യൽ റേറ്റാ. രാജുവിന്റെ ഐഡിയ ഇത്. അവൻ ഈ ഇലക്ഷൻ തിരക്കിനിടയിലും ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അതിപ്പോ ചേട്ടനും അങ്ങനെയല്ലേ? ഇലക്ഷനാ വരുന്നതെന്ന് ഓർത്ത് വല്ല ടെൻഷനും ചേട്ടനുണ്ടോ? ചേട്ടനല്ലേ അവന്റെ ഗുരു. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ അവനും. പ്രതാപേട്ട, വെള്ളം. ഇത് നല്ല മെച്ചമുണ്ട് ശേഖര. ഇങ്ങനെ പോയാ 1-2 മാസം കൊണ്ട് ഫാക്ടറി ലാഭത്തിലാവും. അല്ല, ഇത്ര പെട്ടെന്ന് ഫാക്ടറി ലാഭത്തിലായോ? ആയില്ല, ആവാൻ പോകുന്നു. അന്ന് ചേച്ചിയുടെ വാക്ക് കേട്ട് ആ ബിസിനസ് ദീപകിന് കൊടുക്കാതിരുന്നത് നന്നായിന്ന് എനിക്കിപ്പോ തോന്നുന്നു. എത്ര പെട്ടെന്നാ ഫാക്ടറിയുടെ അക്കൗണ്ട്സ് ഗ്രാഫ് ഉയർന്നത്. ഫാക്ടറി ഞാനാണ് നടത്തിയിരുന്നെങ്കിലേ പ്രോഫിറ്റ്സ് ഒക്കെ ഇതിന്റെ ഇരട്ടിയായിരുന്നു. അതെനിക്കും സംശയമില്ലാത്ത കാര്യമാ. ഫാക്ടറി അടച്ചുപൂട്ടി പോയാ പിന്നെ അതിന് ചിലവുകളൊന്നും വരില്ലല്ലോ. അത് അത്രയും ലാഭം. അമ്മാവന് ഈയിടെ എന്നെ തീരെ മതിപ്പില്ല. ഒരു കാര്യവും എന്നെ ഏൽപ്പിക്കുന്നില്ല. തരം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യും. എല്ലാം ഞാനങ്ങ് സഹിക്കുമ്പോഴേ അമ്മാവന് ഒരുപാട് എന്റെ തലേ കയറല്ലേ. എന്താണ് നീ പറഞ്ഞത്? ചേട്ടന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? താൻ പോടോ ഓടുന്നു. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതാപൻ അമ്മാവനോട് സംസാരിക്കുമ്പോ അവന്റെ ഇടയ്ക്കരെ കൊണ്ട് ഉണ്ടാക്കരുതെന്ന്. തലയ്ക്ക് വെളിവില്ലാത്ത 2 അമ്മാവന്മാര്. എന്താണ് പറഞ്ഞേ? അമ്മാവ ദീപകേ, എടാ മതി, നിർത്ത്. നിങ്ങൾ മിണ്ടിപ്പോരുത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാ. അപ്പൊ ഇവിടെ മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പൂർവ്വസ്വത്തിന് നിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിങ്ങളല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ന്യൂ ജനറേഷൻ വൈബ് എന്താണെന്ന് അറിയാത്ത ഈ ഫൂൾസിന്റെ ഇടയ്ക്കിടെ നരയിക്കുവാ. ഇനി എന്റെ നേരെ നിങ്ങളുടെ ശബ്ദം പൊങ്ങിയ മന്ത്രിയാണ് അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യുന്നോടാ? പറ നീ. ചേട്ടാ, ചേട്ടാ, അയ്യോ, രാജു, വിടാൻ, വിട്, വിട. എടാ, മാറാൻ. രാജു, വിടാൻ. വിടാ. നീ എന്താടാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്റെ ദൈവമേ, ഞാൻ വായിക്ക് വന്നതൊന്നും വിളിച്ചു പറയാതിരുന്ന നന്നായി. രാജു, വാ.
എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ രാജുവിന്റെ കയ്യിൽ നിന്നും മണ്ടൻ ശേഖരനമ്മാവന്റെ കയ്യിൽ നിന്നും ഞാൻ ഇടി മേടിച്ച് പിടിച്ചാനെ. ദേഷ്യം കൺട്രോൾ ചെയ്തോണ്ട് രക്ഷപ്പെട്ടു. ആ ഇതെന്താ എല്ലാരും ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തമാശയാണോ? അതെ, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. രാജു ഋതുമോളെവിടെ? ആ ആ കാര്യം വർമ്മ സാറിനോടുകൂടി പറയാനാണ് ഞാൻ വന്നത്. ഋതിക മാഡം ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാ. കുക്കിംഗ് കോമ്പറ്റീഷനിലോ? അതിന് ഋതികയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയൂ? നേരെ ചൊവ്വേ ഒരു ചായ ഇടാൻ അറിയാത്ത പെണ്ണ് പാചക മത്സരത്തിന് പങ്കെടുത്തിട്ട് എന്ത് പ്രയോജനം? തോറ്റു തുന്നം പാടി വെറുതെ പ്രതാപന്റെ ഇമേജ് കളഞ്ഞ് അവനെ നാണം കെടുത്താനാണോ? ഛേ, എന്തിനാ രാജു ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ അവള് ചെയ്യുന്നേ? എന്തൊരു കഷ്ട. പ്രതാപ, ഇതൊന്നും ശരിയാവില്ല. ചെറിയൊരു മത്സരല്ലേ, അവൾക്ക് താല്പര്യമാണെങ്കിൽ അവൾ മത്സരിക്കട്ടെ. അതെ, പ്രതാപം പറയട്ടെ. ഒരു മത്സരത്തിൽ ഋതിക പങ്കെടുത്ത അതിന്റെ വിജയപരാജയങ്ങളൊന്നും എന്നെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവൾ ഈ മത്സരത്തിൽ പരാജയപ്പെടുമെന്ന് മുൻവിധി എടുക്കാൻ നമുക്ക് എന്ത് അവകാശമാ ഉള്ളത് ചേച്ചി? രാജുവിന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ ഞാൻ ചെന്നപ്പോ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചതാ. ആ ഭക്ഷണത്തിന്റെ സ്വാദത ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ഋതിക മത്സരിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. യെസ് സർ, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. നിങ്ങളാരാ? വിളിക്കുന്ന ആളിനല്ലല്ലോ ഇവിടെ പ്രസക്തി. ഞാൻ തരുന്ന ഇൻഫർമേഷനാ. എന്ത് ഇൻഫർമേഷനാണ്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ വർമ്മയുടെ ഇലക്ഷൻ പ്രചരണത്തിനായി കോടികളാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സർ, ഞാൻ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനാണ്. പക്ഷേ ഒരു ഇലക്ഷന് വേണ്ടി അദ്ദേഹം ആദ്യമായിട്ടാ ഇതുപോലെ കോടികൾ ഒഴുക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പറയുന്നതിന് വിശ്വാസയോഗ്യമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട് സാർ, കൃത്യമായ തെളിവുണ്ട്. കൃത്യമായ തെളിവില്ലാതെ സാറിനെ പോലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഞാനിങ്ങനെ വിളിക്കില്ലല്ലോ. ശരി, പറയൂ, എന്താണ് തെളിവ്? തെളിവ് അന്വേഷിച്ച് സാർ ഒരുപാട് അലയേണ്ട സാർ. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വെള്ള പെയിന്റുള്ള കാറിനുള്ളില് 25 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. ഇപ്പൊ വന്ന കൈയോടെ പൊക്ക സാർ. ഈ പണം പാവങ്ങൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ്. ഇതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ വർമ്മ സാറിന്റെ PA രാജുവാണ് സാർ. ശരി, ഞാൻ ഉടനെ പരിശോധിക്കാം. താങ്ക് യു സാർ.
ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ എളിയ അനന്തരവന്റെ ചെറിയൊരു സമ്മാനം. അമ്മാനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ ഞാൻ മീശയും വെച്ച് ഓണായിട്ട് നടന്നിട്ട് എന്താ കാര്യം? അപ്പോ ഓൾ ദി ബെസ്റ്റ് അമ്മാവ. അതെ സാർ. രാജു, ആ പാർട്ടി ഓഫീസിലെ മീറ്റിംഗ് എത്ര മണിക്കാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? അത് 4 മണിക്ക് വർമ്മ സാറേ. ആണോ? സുകുമാരൻ സാറിനെ കണ്ടിട്ട് മീറ്റിംഗിന് എത്തുമ്പോൾ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല സാർ. ശേഖര, നീ ആ സിജോ വർഗീസിനെ ഒന്ന് വിളിക്കണം. രാജു പറഞ്ഞില്ലായിരുന്നോ? ഉപേട്ട വരാജു. ഇതായി പോലീസുകാരുടെ കുഴപ്പം. ഒരു കാര്യത്തിന് കൃത്യസമയത്ത് എത്തില്ല. സർ, ഞാൻ അർജുൻ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്നാണ്. നിങ്ങൾ എന്താ ഇവിടെ? എന്താ പ്രശ്നം? സർ, അത് കണക്കിൽപ്പെടാത്ത കുറച്ച് ക്യാഷ് നിങ്ങൾ ഇവിടെ അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ സാറിന്റെ വീട്ടിൽ ഒരു റെയ്ഡിന് വേണ്ടി വന്നതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വർമ്മ സാറ് ഞങ്ങളോട് സഹകരിക്കണം. കണക്കിൽപ്പെടാത്ത ക്യാഷ് എന്ന് വെച്ചാൽ എന്താ? ബ്ലാക്ക് മണിയോ? അതും ഇവിടെ എന്റെ വീട്ടിലോ? അതെ സർ. അതല്ല, റെയ്ഡ് നടത്തിയേ പറ്റൂ എന്നാണെങ്കിൽ അർജുൻ സാറിന്റെ കുടുംബത്തിന് ഈ ജോലി പോയാലും ജീവിക്കാനുള്ള വരുമാനം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ചേച്ചി പ്ലീസ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. പ്രോപ്പർ ഓർഡറുമായിട്ട് അവർ വന്നിരിക്കുന്നത്. റെയ്ഡ് നടത്തുന്നൊക്കെ കൊള്ളാം സാറേ, പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ബ്ലാക്ക് മണി ആയിട്ടെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാവൂ. മനസ്സിലായോ? അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട സാറേ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചു, ഓർഡർ വന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഓർഡർ അനുസരിച്ച് റെയ്ഡിന് വന്നു. ക്യാഷ് വർമ്മ സാറിന്റെ കാറിലുണ്ടെന്നാ ഞങ്ങൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം. ശരി, വരൂ. കമോൺ. ിക്ക് മുൻസിറ്റ് അങ്ങോട്ട് നോക്കും മണ്ടന്മാരെ. ഇവിടേക്ക് നോക്കിയോ? പെട്ടെന്നാവട്ടെ.
കാറിൽ വെച്ച് 25 ലക്ഷം രൂപ എവിടെ പോയി? സാർ ഇവിടെ ഒന്നുമില്ല സാർ. ഓക്കെ. കാറിനകത്ത് കാശില്ലെന്ന് മനസ്സിലായല്ലോ സാറേ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാറ് കസ്റ്റഡിയിലെടുത്ത് ഒളിച്ചു നോക്കി പരിശോധിക്കാം. വീടിനകത്ത് സെർച്ച് ചെയ്യണം. അതിനുള്ള പെർമിഷൻ ഉണ്ടോ? ഐ എം റിയലി സോറി സർ. 25 ലക്ഷം ക്യാഷായി ഇന്ന് കാറിൽ വെച്ച് കടത്താൻ ശ്രമിക്കാൻ പോവുകയായിരുന്നു എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. അതും ഈ പർട്ടിക്കുലർ കാറിൽ. കൊള്ളാം. കാർ കൊണ്ടുപോകുന്നുണ്ടോ? വേണ്ട സർ, അതിന്റെ ആവശ്യമില്ല. ആരാണ് ഈ ഫേക്ക് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്ന് സാറിന്റെ വിലപ്പെട്ട സമയം പാഴാക്കി ഞങ്ങളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചതെന്ന് ഉടനെ തന്നെ കണ്ടുപിടിച്ച് അവനെ സാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടുതരും.